Theorem 8.36. Let t belongs to L of p, then the roots of the minimal polynomial of t are precisely the eigenvalues of t. Okay. അപ്പോൾ നമുക്ക് ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ റൂട്ട്സ് ഓഫ് ദി മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്രിസൈസ്ലി ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി ആണ്. മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടിന് ശരിക്കും ഐഗൻ വാല്യൂസ് തന്നെയാണ് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ട് എന്നാണ് ഈ തിയറം പറയുന്നത്. ലെറ്റ് പി ഓഫ് ഇസഡ് ഈക്വൽ ടു എ നോട്ട് എ പ്ലസ് എ വൺ ഇസഡ് പ്ലസ് എക്സെട്ര പ്ലസ് എ എം മൈനസ് വൺ ഇസഡ് റേസ് ടു എം മൈനസ് വൺ പ്ലസ് ഇസഡ് റേസ് ടു എം. അപ്പോൾ മിനിമൽ പോളിനോമിയലിൻ്റെ ഒരു ജനറൽ ഫോം നമ്മൾ എടുക്കുന്നു. ശ്രദ്ധിക്കുക, അത് മോണിക് പോളിനോമിയലാണ്. ബി ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ടി. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു എഫ് ഈസ് എ റൂട്ട് ഓഫ് പി. ലാംഡ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്ന് എടുക്കുന്നു. അതിനി ഐഗൻ വാല്യൂ നമ്മൾ കാണിക്കും. ദെൻ ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫോം പി ഓഫ് ഇസഡ് ഈക്വൽ ടു. ഇപ്പോൾ ലാംഡ എന്ന് പറയുന്നത് റൂട്ടാണെങ്കിൽ നമുക്ക് പി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ക്യൂ ഓഫ് ഇസഡ് എന്ന് എഴുതാൻ പറ്റും. വേർ ക്യൂ ഈസ് എ മോണിക് പോളിനോമിയൽ വിത്ത് കോഎഫിഷ്യൻസ് ഇൻ എഫ്. ഓക്കെ, ഇപ്പോൾ പി ഓഫ് ഇസഡ് ലാംഡ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ആണെങ്കിൽ പി ഓഫ് ഇസഡ് ഈക്വൽ ടു ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഒരു പോളിനോമിയലിന് നമുക്കൊരു റൂട്ട് ഉണ്ടെങ്കിൽ ലാംഡ റൂട്ടാണെങ്കിൽ ഇസഡ് മൈനസ് ലാംഡ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഇനി ഇസഡ് മൈനസ് ലാംഡ കൊണ്ട് നമ്മൾ പീനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ക്യൂ ഓഫ് ഇസഡ് ആകുന്ന രീതിയിൽ നമുക്കൊരു ക്യൂ ഓഫ് ഇസഡ് കിട്ടും. കാരണം ഫാക്ടർ ആണല്ലോ. അപ്പോൾ നമുക്കൊരു മറ്റൊരു പോളിനോമിയൽ കോഷ്യൻ്റ് കിട്ടും ഇസഡ് മൈനസ് ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി ക്യൂവും മോണിക് പോളിനോമിയലായിരിക്കും, കാരണം പി മോണിക്കാണ്, പിയുടെ ഫാക്ടറാണ് ക്യൂ. ബിക്കോസ് പി ഓഫ് ടി ഈക്വൽ ടു 0, കാരണം എന്താണ്? പി മിനിമൽ പോളിനോമിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 0, പി ഓഫ് ടി 0 ആണ്. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു ടി മൈനസ് ലാംഡ ഇൻറ്റു ക്യൂ ഓഫ് ടി ഓഫ് വി എന്ന് കിട്ടും. ഫോർ ഓൾ വി ബിലോങ്സ് ടു വി. അത് ശ്രദ്ധിക്കുക. ഇനി ക്യൂവിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പീൻ്റെ ഡിഗ്രീനേക്കാളും ചെറുതാണ്. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരിക്കലും ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് 0 ആകത്തില്ല. ക്യൂ ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഓഫ് ടി ഓഫ് എനി വെക്ടർ ഈക്വൽ ടു 0 എന്നാണ്. അതിനകത്ത് ക്യൂ ഓഫ് ടി നമ്മൾ ഏതൊരു വെക്ടറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും 0 എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. ഇനി പി 0 ആണ്. ഇനി ക്യൂവും അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ ക്യൂ ആവും മിനിമൽ പോളിനോമിയൽ. കാരണം ക്യൂവിൻ്റെ ഡിഗ്രി പീൻ്റെ ഡിഗ്രീനേക്കാൾ 1 കുറവാണ്. കാരണം പി എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ക്യൂ ആണ്. അപ്പോൾ ക്യൂ എന്താവത്തില്ല, കംപ്ലീറ്റ്ലി 0 ആകത്തില്ല. അപ്പോൾ ക്യൂ ഓഫ് ടി ഓഫ് വി നോൺ 0 ആകുന്ന രീതിയിലുള്ള ഒരു വെക്ടറെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദ ഇക്വേഷൻ എബോവ് ദസ് ഇംപ്ലൈസ് ദാറ്റ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി ആസ് ഡിസൈഡ്. അപ്പോൾ ഈ ഇക്വേഷനകത്തുനിന്നും നമുക്ക് ക്യൂ ഓഫ് ടി ഓഫ് വി എന്ന് പറയുന്നത് നോൺ 0 ആവുന്ന ഒരു വി എങ്കിലും കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്താവും? ഈ പറഞ്ഞ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി എന്ന് പറയുന്നത് എന്തായേ പറ്റത്തുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ക്യൂ ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് ലാംഡ ഐ ഓഫ് വി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും, എന്നാലേ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0 എപ്പോഴും ആവുന്നു. വി എന്ന് പറയുന്നത് നോൺ 0 വെക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. വി എന്ന് പറയുന്നത് നോൺ 0 വെക്ടർ ആണെന്നല്ല, വി എന്ന് പറയുന്നത് നോൺ 0 വെക്ടർ നമ്മൾ കിട്ടും. എല്ലാ വിക്കും ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0 ആണ്. അപ്പം വി എന്ന് പറയുന്നത് ഒരു നോൺ 0 വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. അതായത് ടി വി ഈക്വൽ ടു ലാംഡ വി ആവും. ആ വി എന്ന് പറയുന്നതിൻ്റെ ഐഗൻ വെക്ടർ ആവും, ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആവും. ഓക്കെ, അപ്പോൾ റൂട്ടാണെങ്കിൽ ഐഗൻ വാല്യൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് ടു പ്രൂവ് ദി അതർ ഡയറക്ഷൻ നൗ സപ്പോസ് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു എഫ് ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി. ഇനി തിരിച്ച് ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ലെറ്റ് വി ബി എ നോൺ 0 വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി വി ഈസ് ഈക്വൽ ടു ലാംഡ വി. ഇപ്പോൾ ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ 0 വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി വി ഈസ് ഈക്വൽ ടു ലാംഡ വി. ഓക്കെ, നമുക്കങ്ങനെ ഒരെണ്ണം കിട്ടും, കാരണം ഐഗൻ വെക്ടറാണ് വി. റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ടി ടു ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഷോ ദാറ്റ് ടി റേസ് ടു ജെ ഓഫ് വി ഈക്വൽ ടു ലാംഡ റേസ് ടു ജെ ഓഫ് വി ഫോർ എവരി നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ജെ. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൈഡിലോട്ടും പിന്നെയും കൊടുക്കുകയാണ്. ടി വി ഈക്വൽ ടു ലാംഡ വി, അതിനകത്ത് ഒന്നുകൂടെ ടി കൊടുത്താൽ ടി സ്ക്വയർ വി ഈക്വൽ ടു
ടി ഓഫ് ലാംഡ വി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ടി വിന്ന് കിട്ടും. ഇപ്പോൾ വീണ്ടും ടി വിക്ക് ലാംഡ വി കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ലാംഡ സ്ക്വയർ വി എന്ന് കിട്ടും. വീണ്ടും ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി ക്യൂബ് വി ഈക്വൽ ടു ലാംഡ ക്യൂബ് വി എന്ന് കിട്ടും. ഇങ്ങനെ ടി റെസ്റ്റ് ജെ വി ഈക്വൽ ടു ലാംഡ റെസ്റ്റ് ജെ വി എന്ന് കിട്ടും ഫോർ എവരി നോൺ നെഗറ്റീവ് ഇൻറ്റീജർ ജെ. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോവാണ് 0 ഈസ് ഈക്വൽ ടു പി ഓഫ് ടി ഓഫ് വി ആണ്. കാരണം പി ഓഫ് ടി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലാണ്. ഈക്വൽ ടു നമ്മൾ പി ഓഫ് ടിക്കകത്തിൽ ഇത് കൊടുക്കുമ്പോൾ a0 പ്ലസ് a1t പ്ലസ് എക്സെട്ര പ്ലസ് നമുക്ക് ടി റേസ് ടു എം ഓഫ് വി എന്ന് കിട്ടും. ഈക്വൽ ടു a0 പ്ലസ് a1t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a1 ലാംഡ ടി, അതായത് ഈ പുറത്തുള്ള വി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടി വി എന്ന് കിട്ടും. അപ്പോൾ ടി വി കൊല്ലു ലാംഡ വി എന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ റീപ്ലേസ് ചെയ്യുന്നത്. എന്നാൽ ടി വി പുറത്ത് എഴുതിയേക്കും. അപ്പോൾ ടിക്ക് ലാംഡ എന്ന് കൊടുക്കാം, ടി സ്ക്വയറിന് ലാംഡ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ടി റേസ് ടു m-1 ലാംഡ റേസ് ടു m-1 പ്ലസ് ലാംഡ റേസ് ടു എം ഓഫ് വി എന്ന് കിട്ടും. ഈക്വൽ ടു പി ഓഫ് ലാംഡ ഓഫ് വി എന്ന് കിട്ടി. ബിക്കോസ് വി നോട്ട് ഈക്വൽ ടു 0, വി എന്ന് പറയുന്നത് എന്താണ്, നോൺ സീറോ വി ആണ്. അങ്ങനെ ഒരു വി അല്ലേ നമ്മൾ വി എ നോൺ സീറോ വെക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത്. വി എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ദ ഇക്വേഷൻ എബോ ഇംപ്ലൈസ് ദാറ്റ് പി ഓഫ് ലാംഡ ഈക്വൽ ടു 0 ആസ് ഡിസൈഡ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എബോ ഇംപ്ലൈസ് ദാറ്റ് പി ഓഫ് ലാംഡ ഈക്വൽ ടു 0 ആസ് ഡിസൈഡ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പി ഓഫ് ലാംഡ ഓഫ് വി ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. വി നോൺ സീറോ ആണ്. അപ്പോൾ പി ഓഫ് ലാംഡ എന്തായേ പറ്റുള്ളൂ, 0 ആയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ അതിൻ്റെ റൂട്ടാണ്. സപ്പോസ് വി ആർ ഗിവൺ ഇൻ, അത്രയുള്ള പ്രൂഫേ, സപ്പോസ് വി ആർ ഗിവൺ ഇൻ കോൺക്രീറ്റ് ഫോം ദ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു സം ബേസിസ് ഓഫ് സം ഓപ്പറേറ്റർ ടി ബിലോങ്സ് ടു എൽ ഓഫ് പി. ടു ഫൈൻഡ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ടി കൺസിഡർ എം ഓഫ് ഐ എം ഓഫ് ടി എം ഓഫ് ടി സ്ക്വയർ എക്സെട്ര എം ഓഫ് ടി റേസ് ടു എം ഫോർ എം ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര. Until this list is linearly dependent, then find the scalars a0, a1, a2, etc. am-1 belongs to if such that a0 plus m of I plus a1 into m of t plus a2 into m of t square plus etc. plus am-1 m of t the whole raised to m-1 plus m of t the whole raised to m equal to 0. അപ്പോൾ നമുക്ക് ഒരു ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെട്രിക്സിനകത്ത് നമുക്ക് മിനിമൽ പോളിനോമിയൽ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എം ഓഫ് ഐ കണ്ടുപിടിക്കാം. മെട്രിക്സ് ഓഫ് ഐ, മെട്രിക്സ് ഓഫ് ടി സ്ക്വയർ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ പോയിട്ട് ഈ ലിസ്റ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുന്നവരെ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ഫൈൻഡ് ദ സ്കെയിലേഴ്സ് a0, a1, a2, എക്സെട്ര a-1 ബിലോങ്സ് ടു സച്ച് ദാറ്റ്. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ്, ഒരു കോൺസ്റ്റൻസ് കിട്ടുമല്ലോ. a0 എം ഓഫ് ഐ പ്ലസ് a1 എം ഓഫ് ടി പ്ലസ് a2 എം ഓഫ് ടി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് a-1 എം ഓഫ് ടി റേസ് ടു m-1 പ്ലസ് എം ഓഫ് ടി റേസ് ടു എം ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള സ്കെയിലേഴ്സുകൾ നമ്മൾ കിട്ടും. അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ്. ദ സ്കെയിലേഴ്സ് a0 മുതൽ a-1 വരെയുള്ളത് 1 വിൽ ദെൻ ബി ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ദി മിനിമൽ പോളിനോമിയൽ ഓഫ് ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ കോൺസ്റ്റൻസ് ഉപയോഗിച്ച് മിനിമൽ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കി എടുത്ത് മിനിമൽ പോളിനോമിയൽ ഉണ്ടാക്കാം. ഓൾ ദിസ് ക്യാൻ ബി കമ്പ്യൂട്ടർ യൂസിങ് എ ഫിബിലിയർ പ്രോസസ് സച്ച് ആസ് ഗോസിയൻ എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ ടി ഓൺ C5ൻ്റെ മെട്രിക്സ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി ലാർജ് നമ്പർ ഓഫ് സീറോസ് ഇൻ ദിസ് മെട്രിക്സ് ഗോസിയൻ എലിമിനേഷൻ ഈസ് നോട്ട് നീഡഡ് ഹിയർ. അപ്പോൾ ഈ മെട്രിക്സിനകത്തിലെ ഒരുപാട് സീറോസ് ഉള്ളതുകൊണ്ട് ഗോസിയൻ എലിമിനേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സിംപിളി കമ്പ്യൂട്ട് പവേഴ്സ് ഓഫ് എം ഓഫ് ടി ആൻഡ് നോട്ടീസ് ദാറ്റ് ദെയർ ഈസ് നോ ലീനിയർ ഡിപ്പെൻഡൻസ് അണ്ടിൽ ദ 5th പവർ വരെ. നമ്മളിങ്ങനെ പവർ എടുത്ത് പോകാനല്ലേ പറഞ്ഞു. ഓരോ പവർ എടുക്കുമ്പോഴും ഒന്നിനും പരസ്പരം ഒരു ബന്ധവുമില്ല. പക്ഷേ 5th പവർ വരെ ഒരു ബന്ധവുമില്ല. ഡു ദ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് യു വിൽ സീ ദാറ്റ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ടി ഈക്വൽസ്. ഇപ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് z⁵ -6z + 3 ആണ്. അതായത് 5th പവർ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 6z-ഉം 3i-യുമായിട്ട് 3u-ആയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നൗ വാട്ട് അബൌട്ട് ദി ഐഗൻ വാല്യൂസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഓപ്പറേറ്റർ. ഫ്രം 8.36 വി സീ ദാറ്റ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ടി ഈക്വൽസ് ദ സൊല്യൂഷൻ. അപ്പോൾ ഐഗൻ വാല്യൂസ് ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തിട്ട് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ
നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റൂട്ട്സാണ് അവിടെ എഴുതിയിരിക്കുന്നത്. -1.67, 0.51, 1.40 പറഞ്ഞിരിക്കുന്ന -0.12 + 1.59i, -0.12 -1.59i. അപ്പോൾ അതിനകത്ത് നോക്കിക്കേ, നോൺ റിയൽ ആയിട്ടുള്ള 2 എണ്ണം വന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഒരു കോഞ്ചുഗേറ്റ് പെയറായിട്ടാണ് വരിക. ഈ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റും അതിൻ്റെ റൂട്ടായിട്ട് വരും. അതും അതിൻ്റെ ഐഗൻ വാല്യൂ ആണ്, അതിൻ്റെ റൂട്ടുമാണ്. സപ്പോസ് വി ഇസ് എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആൻഡ് T belongs to L of E, the Cayley-Hamilton theorem 8.20 and 8.34 imply that the minimal polynomial of T divides the characteristic polynomial of T. അപ്പോൾ മിനിമൽ പോളിനോമിയൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പോളിനോമിയൽ Q(t) = 0 ആണെങ്കിൽ നമ്മുടെ മിനിമൽ പോളിനോമിയൽ അതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പം മിനിമൽ പോളിനോമിയൽ ആരെ ഡിവൈഡ് ചെയ്യും? എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബോത്ത് ദീസ് പോളിനോമിയൽസ് ആർ മോണിക്. രണ്ടും മോണിക്കാണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചപ്പോൾ അവിടെ അത് കണ്ടതാണ്. ദസ് ഇഫ് ദ മിനിമൽ പോളിനോമിയൽ T ഹാസ് ഡിഗ്രി ഡയമെൻഷൻ V, then it must equal the characteristic polynomial of T. മിനിമൽ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഡയമെൻഷൻ V ആണെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ തന്നെ ആയിരിക്കും. കാരണം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രിയും ഡയമെൻഷൻ V ആണ്. ഫോർ എക്സാമ്പിൾ, if T is the operator on C⁵ whose matrix is given by 8.37, then the characteristic polynomial T as well as the minimal polynomial T is given by 8.38. അപ്പോൾ ഇതിനകത്തിൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ നോക്കിക്കുക, നമ്മൾ അതിൻ്റെ മിനിമൽ പോളിനോമിയൽ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ V എന്ന് പറയുന്നത് 5 ആണ്. മിനിമൽ പോളിനോമിയൽ ഡിഗ്രിയും 5 തന്നെയായിരുന്നു. അപ്പോൾ ഇത് തന്നെയായിരിക്കും എൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ.